ഭരണാധികാരി പാർലമെന്റേറിയൻ എന്നീ നിലയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പാദമുദ്ര ഇന്നും അവശേഷിക്കുന്നു എന്നതാണ് കോടിയേരിയെ വ്യത്യസ്തനാക്കുന്നത്. പോലീസിന്റെ മുഖമുദ്ര മാറ്റിയ ആഭ്യന്തരമന്ത്രി, കേരള ടൂറിസത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ അമരക്കാരൻ, മന്ത്രിയായും പ്രതിപക്ഷ ഉപനേതാവായും നിയമസഭയിൽ ഉയർത്തിയ ശക്തമായ നിലപാടുകൾ ഇന്നും ചർച്ചയാകുന്നവയാണ്. 2001 മുതൽ 2006 വരെയും 2011 മുതൽ 2013 വരെയും കേരള നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ്, 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആഭ്യന്തര ടൂറിസം മന്ത്രി, 1982 മുതൽ 1991 വരെ തലശ്ശേരിയിൽ നിന്നുള്ള ജനപ്രതിനിധി. ഇതാണ് പാർലമെന്ററി രംഗത്തെ കോടിയേരി ബാലകൃഷ്ണൻ. ഇതിൽ ഓരോ കാലയളവും കോടിയേരിയെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നു എന്നതാണ് വ്യത്യസ്തത. ഒരു കാലത്ത് പോലീസിന്റെ കൊടിയ മർദ്ദനമേറ്റ വ്യക്തി തന്നെ കാലചക്രം മാറുമ്പോൾ പോലീസിന് ജനകീയ മുഖം നൽകുന്നു. പോലീസിനെ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് ജനസേവകരാക്കി മാറ്റിയെടുക്കുക എന്ന വലിയ കടമ്പയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രി യാഥാർത്ഥ്യമാക്കിയത്. കേരള പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിലും പോലീസുകാരുടെ സേവനവേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിലും വലിയ സംഭാവനയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകിയത്. കേരളീയർക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ജനമൈത്രി പോലീസ്. കുറ്റകൃത്യങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത ഉറപ്പാക്കുക എന്നതാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. സമൂഹത്തിൻ്റെ സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി പോലീസുമായി സഹകരിക്കുന്ന വിധത്തിൽ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ക്രമസമാധാന പാലനത്തിൽ കേരളത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഉയർത്തിയതും ഇതിനുശേഷമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ, സ്റ്റേഷനുകളുടെ നവീകരണം, ആധുനികവൽക്കരണം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, തണ്ടർബോൾട്ട്, തീരദേശ പോലീസ്, ഹൈവേ പോലീസ് പെട്രോളിംഗ്, ശബരിമലയിലെ വെർച്വൽ ക്യൂ, ലാത്തിചാർജിന് പകരം ജലപീരങ്കിയും കണ്ണീർവാതകവും, ജയിലിലെ പരിഷ്കാരങ്ങൾ, ഇങ്ങനെ അനവധിയാണ് കോടിയേരി പോലീസ് സേനയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ജയിൽ സമം ഗോതമ്പുണ്ട എന്ന സമവാക്യത്തെ കോടിയേരി തിരുത്തി. ചപ്പാത്തി മുതൽ ബിരിയാണി വരെ നിർമ്മിക്കുന്നതും വിപണനം ചെയ്യുന്നതുമായ കേന്ദ്രങ്ങളായി ജയിൽ മാറി. പഴഞ്ചൻ പോലീസ് ജീപ്പിന് പകരം വെളുത്ത ബലേറോ ജീപ്പ് പോലീസിനായി ഓടിത്തുടങ്ങിയ കാലം. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കർശന നിലപാടെടുക്കാനും അത് തടയാനും സാധിച്ചു. ജയിലുകൾക്കുള്ളിൽ മാറ്റത്തിന് തുടക്കം കുറിച്ചതും കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു. പോലീസ് നിയമത്തിലും ജയിൽ നിയമത്തിലും കാലാനുസൃതമായ മാറ്റം വരുത്താനും ഒരു മന്ത്രി എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിച്ചു. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് പ്രമുഖ സ്ഥാനം നേടിക്കൊടുക്കാൻ കോടിയേരി നടത്തിയ പ്രവർത്തനങ്ങൾ എന്നും സ്മരിക്കപ്പെടും. ടൂറിസം രംഗത്ത് ഭാവനാപൂർണമായ പ്രവർത്തനം ഫലം കണ്ടുവെന്നത് കേരളത്തിലെ സമകാലീന യാഥാർത്ഥ്യമാണ് എന്നതും തർക്കേതര വസ്തുതയാണ്. ഇന്ന് ലോകത്തിനു മുന്നിൽ പുതിയ മാതൃകയായ ഉത്തരവാദിത്ത ടൂറിസം ആരംഭിച്ചത് കോടിയേരിയുടെ മേൽനോട്ടത്തിലായിരുന്നു. മുസിരീസ് പൈതൃക ടൂറിസം പദ്ധതി, തലശ്ശേരി പൈതൃക ടൂറിസം, തീരദേശ ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ സ്ഥാപനവും നവീകരണവും, KTDCയുടെ പുതിയ സംരംഭങ്ങൾ, ലോക ടൂറിസം വ്യവസായ രംഗത്ത് കേരളത്തിന്റെ സ്ഥാനമുറപ്പിച്ച ക്യാമ്പയിനുകൾ, ആഭ്യന്തര ടൂറിസത്തിൽ കേരളത്തിന്റെ കുതിപ്പ്, ഇങ്ങനെ എത്രയെത്ര പുതിയ സംരംഭങ്ങളും ചുവടുവയ്പ്പുകളും. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കണമെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തുന്ന റോഡുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ ഉപനേതാവെന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് കോടിയേരി കാഴ്ചവെച്ചത്. മികച്ച കമ്മ്യൂണിസ്റ്റ് സാമാജികനെന്ന നിലയിൽ മികവ് കാട്ടിയ വ്യക്തിത്വം കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റേത്. തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം തുടർഭരണം നേടി നിൽക്കുന്ന കാലത്ത് തലയുയർത്തി തന്നെയാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്നും മടങ്ങിയതും. മന്ത്രിയായും പ്രതിപക്ഷ ഉപനേതാവായും MLA ആയും നിയമസഭയിൽ ഉയർത്തിയ ശക്തമായ നിലപാടുകൾ ഇന്നും പ്രസക്തവും. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.